ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പഴങ്ങളും എല്ലാം മരത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ച് നമുക്കതെങ്ങനെ പറിച്ചെടുക്കാം, കേടുകൂടാതെ താഴെ വീണ് ഉടയാതെ എങ്ങനെ പറിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തോട്ടിയുടെ അറ്റത്ത് ഇതുപോലുള്ളൊരു ബോട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു വിദ്യയാണ്. രണ്ട് തരത്തിലുള്ള പഴങ്ങളൊക്കെ അഥവാ പപ്പായ, മാങ്ങ എന്നിവ എല്ലാം നല്ല ഈസിയായി പറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിദ്യയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ മാർക്ക് ചെയ്തതിന് ശേഷം അത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇത് കുറച്ച് വലിയ ബോട്ടിലാണ്. നമ്മളെ കടകളിലൊക്കെ മിഠായിയും ബിസ്ക്കറ്റുകളൊക്കെ ഇട്ട് വെക്കുന്ന തരത്തിലുള്ള വലിയ ബോട്ടിലാണ്. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് ഉപയോഗമുണ്ട്. ഒന്ന്, ചെറിയ മാങ്ങ പോലുള്ള എല്ലാം പറിച്ചെടുക്കുകയും ചെയ്യാം. പപ്പായ പോലുള്ള ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള പപ്പായൊക്കെ ഇതിൽ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിന് 3 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ബോട്ടിലിനെ തോട്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 3 സ്ഥലത്ത് ഹോൾ ഇടേണ്ടതുണ്ട്. നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു ഹോൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ബോട്ടിലിൽ ഹോളിട്ടതിന് ശേഷം നമ്മൾ ഇത് തോട്ടിയിൽ പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം കറക്റ്റ് മാർക്ക് ചെയ്ത പൊസിഷനിൽ തോട്ടിയിലും കറക്റ്റായിട്ട് 3 ഹോള് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സ്ക്രൂവും വാഷറും വെച്ച് ഈ ബോട്ടിലിനെ ആ തോട്ടിയിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തോട്ടിയിൽ നമ്മുടെ ബോട്ടിൽ എല്ലാ സ്ക്രൂവും ചെയ്ത് കറക്റ്റ് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ വലിയ തോട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തോട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് വെച്ച് പപ്പായയാണ് പറിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇന്ന് പപ്പായയാണ് പറിക്കാൻ പോകുന്നത്. ബോട്ടിലിൻ്റെ മൂടിയിടുന്ന ഭാഗത്ത് വെച്ചാണ് പപ്പായ പറിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള ബോട്ടിലായത് കാരണം നമുക്ക് പപ്പായൊക്കെ ഈസി ആയിട്ട് നേരെ പറിക്കാൻ പറ്റും. പപ്പായയുടെ അടിവശത്തു കൂടി ബോട്ടിലിൻ്റെ മൂടിയിടുന്ന ഭാഗം കയറ്റി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പപ്പായ നേരെ അതിലേക്ക് വീണുകൊള്ളും. ഇനി മാങ്ങ പോലുള്ളത് പറിക്കാനാണെങ്കിൽ ഇതുപോലെ സൈഡ് ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗത്തുകൂടെ മാങ്ങയൊക്കെ പറിച്ചെടുക്കാവുന്നതാണ്. പപ്പായൊക്കെ ഒറ്റത്തടി വൃക്ഷമായതുകൊണ്ട് ഇതുപോലെ വായ് ഭാഗത്തുകൂടെ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്ത പപ്പായ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിലത്തൊന്നും വീഴാതെ തന്നെ എല്ലാം ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.